ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേളിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGS, VFA, ബെവ്കോ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് PYQ സെക്ഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2021 മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ശരിയാണോ? കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് അല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഡച്ച് ഗവർണറായ വാൻ റീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ശരിയാണോ? തീർച്ചയായിട്ടും ഡച്ച് ഗവർണറായ വാൻ റീഡ് തന്നെയാണ് ഇത് രചിച്ചത്. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. അങ്ങനെ ഒരു ഇത് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. തെറ്റാണ്, തെറ്റായ പ്രസ്താവനയാണ്. 1678-നും 1703-നും ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. അത് ശരിയാണോ? അതും ശരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, 3 തെറ്റിപ്പോയി. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് രചിച്ചത് ആരാണ്? ഡച്ച് ഗവർണറായ വാൻ റീഡ് ആണ്. 1678-നും 1703-നും ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് അല്ലേ. എന്തിനെക്കുറിച്ച് അതിനകത്ത് പറയുന്നത്? മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സർവകലാശാല ഏതാണെന്നറിയാമോ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സർവകലാശാല കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരാടാ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർനെയ്റോ. ആരാണ്? ഇമ്മാനുവൽ കർനെയ്റോ. പിന്നെ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇട്ടി അച്യുതൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഇട്ടി അച്യുതൻ ആരായിരുന്നു? ഇതിൽ സഹായിച്ച ഒരു വൈദ്യനായിരുന്നു അല്ലേ. ഇതിന്റെ രചനയിൽ സഹായിച്ച, ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച വൈദ്യനായിരുന്നു ആര്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാണേ. ശരിയായ ജോഡി അടയാളപ്പെടുത്താനാണ്. ശരിയായ ജോഡി അടയാളപ്പെടുത്തുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് തന്നിട്ട് സൈമൺ ബൊളിവർ എന്ന് നേരെ കൊടുത്തിരിക്കുന്നു. ആ ജോഡി ശരിയാണോ? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ ആണോ? അത് കറക്റ്റ് ആണ് അല്ലേ. അത് കറക്റ്റ് ആണ്. റഷ്യൻ വിപ്ലവം ലെനിൻ എന്ന് തന്നിരിക്കുന്നു. ശരിയാണോ? റഷ്യൻ വിപ്ലവം ലെനിൻ ആണോ? അതും ശരിയാണ്. അതും ശരിയാണ്. മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ എന്ന് തന്നിരിക്കുന്നു. ശരിയാണോ? അതും മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ, അതും ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവം ആർതർ വെല്ലസ്ലി എന്ന് പറയുന്നു. ശരിയാണോ? അത് ആർതർ വെല്ലസ്ലിക്ക് ഒരു ബന്ധവും ഇല്ല ഫ്രഞ്ച് വിപ്ലവമായിട്ട്. അപ്പോൾ അത് തെറ്റാണ്. ആ ജോഡി തെറ്റിപ്പോയി അല്ലേ. അപ്പോൾ 1, 2, 3 ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ. ഒന്നുകൂടെ പറയാം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, റഷ്യൻ വിപ്ലവം ലെനിൻ, മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സൈമൺ ബൊളിവർ അല്ലേ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നതാണ് സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ ആരാണപ്പോൾ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്ന് ചോദിച്ചാൽ അത് ജോസേ ദെ സാൻ മാർട്ടിൻ ആണ് അല്ലേ. ജോസേ ദെ സാൻ മാർട്ടിൻ ആണ്. അപ്പോൾ സൈമൺ ബൊളിവർ എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകനും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ ആരാന്ന് ചോദിച്ചാൽ ജോസേ ദെ സാൻ മാർട്ടിനുമാണ്. ഓക്കെ അല്ലേ. ഇനി വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ട വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. വർഷം 1789-ലാണ്. 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവം ഏതാണെന്ന് ചോദിക്കും. ഏതാണത്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് ലെനിന്റെ നേതൃത്വത്തിൽ സോവിയറ്റുകളുടെ സംയുക്ത കോൺഗ്രസ് റഷ്യയുടെ അധികാരം ഏറ്റെടുത്തു അല്ലേ. അതെന്നായിരുന്നു? ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് ലെനിന്റെ നേതൃത്വത്തിൽ സോവിയറ്റുകളുടെ സംയുക്ത കോൺഗ്രസ് റഷ്യയുടെ അധികാരം ഏറ്റെടുത്ത തീയതി 1917 നവംബർ 7-നാണ്. 1917 നവംബർ 7-നാണ്. കിട്ടിയോ? ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ 1688-89 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെന്റ് അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുകയും ചെയ്ത വിപ്ലവം ഏതാണ്? 1688-89 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെന്റ് അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് മഹത്തായ വിപ്ലവം അല്ലേ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? മഹത്തായ വിപ്ലവത്തിന്റെ വേറൊരു പേര് അത് രക്തരഹിത വിപ്ലവമാണ്, അല്ലെങ്കിൽ ഗ്ലോറിയസ് വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? രക്തരഹിത വിപ്ലവം എന്നാണ്. ഓക്കെ, പിന്നെ ചോദിക്കും
1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ആരാണ്? 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ആരാണ്? അതാണ് ജെയിംസ് രണ്ടാമൻ. മനസ്സിലായോ? ജെയിംസ് രണ്ടാമനാണ്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടും രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കും വേണ്ടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാണ്? അത് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്താടാ? തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടും രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കും വേണ്ടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാണ്? ചാർട്ടിസ്റ്റ് പ്രസ്ഥാനമാണ്. ചാർട്ടിസ്റ്റ്. മറക്കല്ലേ, ഇപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അടുത്തതും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ജോഡി ഇതാണ്. ലോങ് വാക്ക് ടു ഫ്രീഡം, ഹെൻറി ഡ്യുനന്റ്. ശരിയാണോ? ലോങ് വാക്ക് ടു ഫ്രീഡം, ഹെൻറി ഡ്യുനന്റ്. ശരിയാണോ? അത് തെറ്റാണല്ലേ? തെറ്റായ പ്രസ്താവനയല്ലേ അത്? ലോങ് വാക്ക് ടു ഫ്രീഡം ഹെൻറി ഡ്യുനന്റ് ആണോ? അല്ല. എ മെമ്മറി ഓഫ് സോൾ ഫെറിനോ, എ മെമ്മറി ഓഫ് സോൾ ഫെറിനോ അഡോൾഫ് ഹിറ്റ്ലർ ആണോ? അതും തെറ്റാണ്. മെയിൻ കാംഫ് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് തന്നിരിക്കുന്നു, അതും തെറ്റാണ്. മൈ ഏർലി ലൈഫ് നെൽസൺ മണ്ടേല എന്നാണ് അവിടെ തന്നിരിക്കുന്നത്, അതും തെറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ നമുക്ക് പഠിക്കണ്ടേ? ശരിയായി എങ്ങനെ വരുമെന്ന് അറിയാമോ? ഇവിടെ ആത്മകഥകളും രചയിതാക്കളും തന്നിരിക്കുന്നത്. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാടാ? അത് നമ്മുടെ ആരുടെയാണ്? നെൽസൺ മണ്ടേല അല്ലേ? നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. എ മെമ്മറി ഓഫ് സോൾ ഫെറിനോ ആരുടെയാണ്? എ മെമ്മറി ഓഫ് സോൾ ഫെറിനോ അത് ഹെൻറി ഡ്യുനന്റിന്റെ ആണ് അല്ലേ? ഹെൻറി ഡ്യുനന്റ്. മെയിൻ കാംഫ് ആരുടെയാണ്? മെയിൻ കാംഫ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആണ്. മെയിൻ കാംഫ് അഡോൾഫ് ഹിറ്റ്ലർ. മൈ ഏർലി ലൈഫ് ആരുടെയാണ്? മൈ ഏർലി ലൈഫ് ആരുടെയാണ്? വിൻസ്റ്റൺ ചർച്ചിൽ അല്ലേ? വിൻസ്റ്റൺ ചർച്ചിൽ. കിട്ടിയല്ലോ. അപ്പോൾ ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല, എ മെമ്മറി ഓഫ് സോൾ ഫെറിനോ ഹെൻറി ഡ്യുനന്റ്, പിന്നെ മെയിൻ കാംഫ് അഡോൾഫ് ഹിറ്റ്ലർ, മൈ ഏർലി ലൈഫ് വിൻസ്റ്റൺ ചർച്ചിൽ. അങ്ങനെ വരും കേട്ടോ. ഇനി കുറച്ച് ആത്മകഥകളും അവയുടെ രചയിതാക്കളും നമുക്ക് നോക്കാം. മൈ ലൈഫ് എന്നൊരു ആത്മകഥയുണ്ട്. അത് രചിച്ചത് ആരാന്നറിയാമോ? മൈ ലൈഫ് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ബിൽ ക്ലിന്റന്റെ ആത്മകഥയാണ് കേട്ടോ. മൈ ലൈഫ് ബിൽ ക്ലിന്റൺ. അടുത്തത് വിങ്സ് ഓഫ് ഫയർ ആരുടെയാണ്? വിങ്സ് ഓഫ് ഫയർ അറിയാം നിങ്ങൾക്ക്. വിങ്സ് ഓഫ് ഫയർ നമ്മുടെ രാഷ്ട്രപതി അല്ലേ? ആരാണ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് ഇത് വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ. എ പ്രോമിസ്ഡ് ലാൻഡ് ആരുടെയാണ്? എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന ആത്മകഥ ബറാക്ക് ഒബാമയുടെ ആത്മകഥയാണ് കേട്ടോ. എ പ്രോമിസ്ഡ് ലാൻഡ് ബറാക്ക് ഒബാമയുടെയാണ്. മൈ കൺട്രി മൈ ലൈഫ് ആരുടെയാണെന്ന് അറിയാമോ? മൈ കൺട്രി മൈ ലൈഫ് അതാരുടെയാണ്? LK അദ്വാനിയുടെയാണ് കേട്ടോ. LK അദ്വാനി. മൈ ചൈൽഡ്ഹുഡ് ആരുടെ ആത്മകഥയാടാ? മൈ ചൈൽഡ്ഹുഡ് മാക്സിം ഗോർക്കിയുടെ ആത്മകഥയാണ്. മൈ ചൈൽഡ്ഹുഡ് മാക്സിം ഗോർക്കിയാണ്. എക്സൈൽ ആരുടെയാണ്? എക്സൈൽ ദലൈലാമയുടെയാണ് കേട്ടോ. എക്സൈൽ ആരുടെയാണ്? ദലൈലാമയുടെയാണ്. എക്സൈൽ ആരുടെയാണ്? ദലൈലാമയുടെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. മൈ ലൈഫ് കിട്ടുന്നുണ്ടോ നോക്കുക. ബിൽ ക്ലിന്റൺ. വിങ്സ് ഓഫ് ഫയർ ആരുടെയാ? APJ. എ പ്രോമിസ്ഡ് ലാൻഡ് ബറാക്ക് ഒബാമ. മൈ കൺട്രി മൈ ലൈഫ് LK അദ്വാനി. മൈ ചൈൽഡ്ഹുഡ് ആരുടെയാണ്? മാക്സിം ഗോർക്കി. എക്സൈൽ ആരുടെയാണ്? ദലൈലാമ. ഇത്രയും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ്. താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ. കുറച്ച് സംഘടനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് രൂപീകരിച്ച വർഷത്തിൻ്റെ അനുസരിച്ച് നമ്മളത് ക്രമപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ എന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ വരുന്നത്? നമുക്കത് പറഞ്ഞു പോകാം. ഇന്ത്യൻ അസോസിയേഷൻ 1876 ആരൊക്കെ ചേർന്നിട്ടാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും ചേർന്ന് കൽക്കട്ടയിലാണ് ഈ രൂപീകരിക്കുന്നത് അല്ലേ? ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ. ഇനി അടുത്തത് തന്നിരിക്കുന്നത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അത് 1885 അല്ലേ? ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ തിയാബ്ജിയുടെ നേതൃത്വത്തിൽ മുംബൈയിൽ വന്ന സംഘടനയാണ് ഇത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ന് പറയുന്നത് 1885. ഓക്കെ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണെങ്കിൽ 1866 ലണ്ടൻ ആസ്ഥാനമാക്കി നമ്മുടെ ദാദാഭായ് നവറോജി സ്ഥാപിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1866 ലണ്ടൻ ആസ്ഥാനമാക്കി ദാദാഭായ് നവറോജി സ്ഥാപിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഓക്കെ. ഓൾ ഇന്ത്യ കിസാൻ സഭയാണെങ്കിലോ
അത് 1900 ആണ് കേട്ടോ. 1936 സ്വാമി സഹജാനന്ദ് സരസ്വതിയുടെ നേതൃത്വത്തിൽ ലക്നൌവിൽ സ്ഥാപിച്ച സംഘടനയാണ് ഏത്? ഓൾ ഇന്ത്യ കിസാൻ സഭ. ഇപ്പൊ എല്ലാം കിട്ടിയില്ലേ? 1936 സ്വാമി സഹജാനന്ദ് സരസ്വതിയുടെ നേതൃത്വത്തിൽ ലക്നൌവിൽ സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓൾ ഇന്ത്യ കിസാൻ സഭ. അപ്പോൾ വർഷങ്ങൾ കിട്ടിയില്ലേ? വർഷങ്ങളും ആരൊക്കെയാണ് സ്ഥാപിച്ചത്, എവിടെയാണ് സ്ഥാപിച്ചതെന്ന് നമുക്ക് കിട്ടി. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ അസോസിയേഷൻ ആരാ സ്ഥാപിച്ചത്? സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. ഏത് വർഷം? 1876. എവിടെ വെച്ച്? കൊൽക്കട്ട. ഇത്രയും കിട്ടിയല്ലോ. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആണെങ്കിൽ ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ ദിയാബ്ജിയും 1885 മുംബൈയിൽ സ്ഥാപിക്കുന്നു. ഓക്കെ. പിന്നെ ഉള്ളത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ്. അത് ദാദാഭായ് നവറോജിയാണ് ലണ്ടൻ ആസ്ഥാനമാക്കി 1866 സ്ഥാപിച്ച സംഘടനയാണ്. ഇനി ലാസ്റ്റ് വൺ, ഓൾ ഇന്ത്യ കിസാൻ സഭ 1936 സ്വാമി സഹജാനന്ദ് സരസ്വതിയുടെ നേതൃത്വത്തിൽ ലക്നൌവിൽ സ്ഥാപിച്ച സംഘടനയാണ് എന്ത്? ഓൾ ഇന്ത്യ കിസാൻ സഭ. ഓക്കെ ആണോ? കിട്ടിയോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണെന്ന് ചോദ്യം. ഗോദാവരി നദിയുടെ പോഷക നദി കബനി, ശബരി, ഭീമ, ടെൽ. ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഗോദാവരി നദിയുടെ പോഷക നദി. കബനി നമുക്കറിയാം. അല്ല, ഒരിക്കലും ഗോദാവരി നദിയുടെ പോഷക നദിയല്ല. കബനി എന്ന് പറയുന്നത് കാവേരിയുടെ പോഷക നദിയാണ് അല്ലേ. ഇതിനകത്ത് ഭീമ നോക്കിക്കുക, ഭീമ കൃഷ്ണയുടെ പോഷക നദിയല്ലേ. ടെല്ലാണെങ്കിലോ മഹാനദിയുടെ പോഷക നദിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ശബരിയാണ് ആൻസർ വരുന്നത് കേട്ടോ. ഗോദാവരി നദിയുടെ പോഷക നദി തന്നിരിക്കുന്നതിൽ ശബരിയാണ് കേട്ടോ, ശബരിയാണ്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി അതാണ് ഗോദാവരി. എത്ര കിലോമീറ്റർ ആണ് ഒഴുകുന്നത് ഗോദാവരി? 1465 കിലോമീറ്റർ ആണ് അല്ലേ. 1465 കിലോമീറ്റർ ആണ്. അതുപോലെ ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് അല്ലേ. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ്. ഇനി ശ്രീരാം സാഗർ എന്നറിയപ്പെടുന്ന പോച്ചമ്പാട് പദ്ധതി അല്ലേ. ശ്രീരാം സാഗർ എന്നറിയപ്പെടുന്ന പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ. ഇനി തെലങ്കാനയിലെ കാളേശ്വരം ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയും ഗോദാവരിയാണ്. തെലങ്കാനയിലുള്ള കാളേശ്വരം ജലസേചന പദ്ധതിയും എവിടെയാണ്? ഗോദാവരി നദിയിലാണ്. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദിയിൽ നടക്കുന്ന ആഘോഷം ഏതാണ്? 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദിയിൽ നടക്കുന്ന ആഘോഷം അത് പുഷ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദിയിൽ നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. മറക്കല്ലേ, പുഷ്കാരം. ഗോദാവരി ഡെൽറ്റയിലുള്ള കണ്ടൽക്കാട് ഏതാണ്? എന്ത് പേരിൽ അറിയപ്പെടുന്നത് അറിയാമോ? ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് അത് കുറിങ്ക കണ്ടൽക്കാടാണ് കേട്ടോ. കുറിങ്ക കണ്ടൽക്കാടാണ്. അപ്പോൾ ഒന്നുകൂടെ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി, 1465 കിലോമീറ്റർ. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി ശ്രീരാം സാഗർ എന്നറിയപ്പെടുന്ന പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി, തെലങ്കാനയിലെ കാളേശ്വരം ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദിയിൽ നടക്കുന്ന ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുഷ്കാരമാണ്. ഇത്ര ഓക്കെ അല്ലേ? കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയാം. PSC മടുത്തിരിക്കുന്ന ചോദ്യമാണ് അല്ലേ. PSC ചോദിച്ചു മടുത്തു. ഇത് പറഞ്ഞേ, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കവരത്തിയാണ് അല്ലേ. ഉഷ്ണമേഖലാ പറുദീസ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ പാരഡൈസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപാണ് ഏത്? ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അല്ലേ. ഉഷ്ണമേഖലാ പറുദീസ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ പാരഡൈസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപാണ്. ഓക്കെ. ഇനി ലക്ഷദ്വീപിൽ ആകെ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളാണ് ഉള്ളത് അല്ലേ. അതിൽ കേരളത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാ? അത് ഏതാണ്? ആന്ത്രോത്താണ്. ലക്ഷദ്വീപിൽ 36 ദ്വീപുകളുണ്ട്. അതിൽ കേരളത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാലോ ഏതാണ്? ആന്ത്രോത്താണ് കേട്ടോ. ഏറ്റവും വലിയ ദ്വീപ്, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപും കേരളത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപും ആന്ത്രോത്താണ്. ഓക്കെ അല്ലേ. അപ്പോൾ ലക്ഷദ്വീപിലെ വലിയ ദ്വീപ് നമ്മൾ കണ്ടു ഏതാന്ന്. അപ്പോൾ ചെറിയ ദ്വീപ് പഠിക്കണ്ടേ. അപ്പോൾ ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാ? അത് ബിത്രയാണ് കേട്ടോ, ബിത്ര. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. ഇനി ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാ? ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ. അത് ഏത് ദ്വീപിലാണെന്ന് ചോദിച്ചാൽ മിനിക്കോയ് ദ്വീപിലാണ്. മനസ്സിലായോ? ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന 8 ഡിഗ്രി ചാനലാണ്. അത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മിനിക്കോയിലാണ്, മിനിക്കോയ് ദ്വീപിലാണ്. ഓക്കെ. അപ്പോൾ മിനിക്കോയ് ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിന് ഏറ്റവും തെക്ക് ഭാഗത്താണ്. മനസ്സിലായോ? ലക്ഷദ്വീപിന് ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിനിക്കോയ് ദ്വീപ്. കിട്ടിയോ? അപ്പോൾ ലക്ഷദ്വീപിൽ 36 ദ്വീപുകളുള്ളതിൽ കേരളത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് അതിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോത്ത് തന്നെയാണ്.
ഓക്കെ, ഏറ്റവും ചെറിയ ദ്വീപ് ചോദിച്ചാൽ അത് ബിത്രയാണ്. ലക്ഷദ്വീപിനെയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന 8 ഡിഗ്രി ചാനൽ സ്ഥിതി ചെയ്യുന്നത് മിനിക്കോയ് ദ്വീപിലാണെന്ന് പറഞ്ഞു. മിനിക്കോയ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപിന് ഏറ്റവും തെക്ക് ഭാഗത്തായിട്ടാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് ഷിപ്കില ചുരമാണ് അല്ലേ? ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ്. അങ്ങനെയാണെങ്കിൽ നാഥുല ചുരം BSc എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നാഥുല ചുരത്തിന് വേറൊരു പേരുണ്ട്, സിൽക്ക് ചുരം എന്നും പറയും കേട്ടോ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും ചൈനയും തമ്മിലാണ്, അല്ലെങ്കിൽ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല. ഓക്കെ, ഇനി കാർഗിൽ ടു ശ്രീനഗർ, അതായത് കാർഗിലിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണെന്നറിയാമോ? അത് ജമ്മു കാശ്മീരിലുള്ള സോജില ചുരമാണ്. കാർഗിലിനെ ശ്രീനഗറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഓക്കെ, ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിപുലേക്ക് ആണ് അല്ലേ? ലിപുലേക്ക് ചുരമാണ്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിപുലേക്ക് ചുരമാണ്. കിട്ടിയോ? ഒന്നുകൂടെ, ഷിപ്കില ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് ആണ്. നാഥുല എന്ന് പറയുമ്പോൾ സിക്കിം ടു ടിബറ്റ് ആണ്. കാർഗിൽ ടു ശ്രീനഗർ ഏത് ചുരമാണ്? സോജിലയാണ്. ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ഏതാണ്? അത് ലിപുലേക്കാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, PSc എപ്പോഴും ചോദിക്കുന്നതാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ്? ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് അതേതാണെന്നറിയാമോ? വാണിജ്യവാദമാണോ? പ്രാദേശികവാദമാണോ? പശ്ചിമവാദമാണോ? ധ്രുവീയ പൂർവ്വവാദമാണോ? ഏതാണ്? അത് ധ്രുവങ്ങളിലേന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പോൾ അത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ് കേട്ടോ, ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആഗോള മർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ? ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷമർദ്ദം ഏറെക്കുറെ ഒരുപോലെയായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ നമുക്ക് വിവിധ മർദ്ദ മേഖലകളായിട്ട് തിരിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരുപോലെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തിരിക്കാം. അതിലൊന്നാമത്തതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അല്ലെങ്കിൽ അതിന് 0 ഡിഗ്രിയാണ് അല്ലേ? 0 ഡിഗ്രി മർദ്ദ മേഖലയാണത്. മനസ്സിലായോ? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്താണ് അവിടുത്തെ പ്രത്യേകത? വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂടായിരിക്കും അല്ലേ? വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. വായു ചൂട് പിടിച്ച് ഉയർന്നു പോകുന്നതിനാൽ ഇവിടെ കാറ്റുണ്ടാവുമോ? കാറ്റുണ്ടാവത്തില്ല. മനസ്സിലായോ? ഈ മേഖലയിൽ കാറ്റ് അനുഭവപ്പെടുന്നില്ല. ആ കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഇതിനെ ഡോൾഡ്രം അല്ലെങ്കിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ 0 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോൾഡ്രം അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ കാരണം? വായു ചൂട് പിടിച്ച് ഉയർന്ന് മുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ കാറ്റ് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മർദ്ദ മേഖല എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിൽ. മനസ്സിലായോ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 2 അർദ്ധഗോളങ്ങളിലും 30 ഡിഗ്രി അക്ഷാംശങ്ങളിലാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു എന്ത് ചെയ്യും? ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനം കൊണ്ട് 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് താഴും. ഇതിനെ നമുക്ക് കുതിര അക്ഷാംശം, മനസ്സിലായോ? കുതിര അക്ഷാംശം എന്ന് വിളിക്കാം. അതായത് 30 ഡിഗ്രി അക്ഷാംശത്തെയാണ് എന്ത് വിളിക്കുന്നത്? കുതിര അക്ഷാംശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്താണെന്ന് മനസ്സിലായല്ലോ? 30 ഡിഗ്രി സൗത്ത് 30 ഡിഗ്രി നോർത്ത്. ഓക്കെ, കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ മർദ്ദ മേഖല എന്ന് പറയുന്നത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ്. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, അതായത് 60 ഡിഗ്രി നോർത്തിനും 60 ഡിഗ്രി സൗത്തിനും ഇടയ്ക്ക്. മനസ്സിലായോ? ഇവിടെ ഭൂമിയുടെ ഭ്രമണം മൂലം വായു ചുഴറ്റി എറിയപ്പെടുന്നത് കൊണ്ട് ഇവിടെ ന്യൂനമർദ്ദ മേഖലയായിട്ട് സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായോ? അവിടെ എന്താ സംഭവിക്കുന്നത്? ഭൂമിയുടെ ഭ്രമണം മൂലം വായു ചുഴറ്റി എറിയപ്പെടും. അതുകൊണ്ട് ഇവിടെ ന്യൂനമർദ്ദ മേഖലയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കോറിയോലിസ് ബലം ഉണ്ടല്ലോ, അവിടെ ഏറ്റവും കൂടുതലാണ്. മനസ്സിലായോ? കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലാണെന്ന് ഓർക്കുക. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ലാസ്റ്റത്തെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് കേട്ടോ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അത് 90 ഡിഗ്രി നോർത്തിനും 90 ഡിഗ്രി സൗത്തിനും ഇടയ്ക്കാണ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു മധ്യരേഖ ന്യൂനമർദ്ദ മേഖല 0 ഡിഗ്രി, ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത്, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്ത്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഏതാ? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 ഡിഗ്രി നോർത്ത് 90 ഡിഗ്രി സൗത്ത്. അവിടെ എങ്ങനെയായിരിക്കും? ധ്രുവപ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും പൊതുവെ? നിങ്ങൾക്കറിയാം,
വർഷം മുഴുവൻ എങ്ങനെയായിരിക്കും? കൊടും തണുപ്പായിരിക്കും അല്ലേ? കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ഇവിടെ. ഇവിടെ വായുവിന് എന്താ സംഭവിക്കുന്നത്? തണുത്ത വായു ശക്തമായി മർദ്ദം പ്രയോഗിക്കുന്നതിനോടൊപ്പം ഉപദ്രവീയ മേഖലയിൽ നിന്നും ചുഴറ്റി മാറ്റപ്പെടുന്ന വായു ഇവിടെ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് ധ്രുവപ്രദേശങ്ങൾ ഉച്ചമർദ്ദ മേഖലകളായി തീർന്നിട്ടുള്ളത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഉച്ചമർദ്ദ മേഖലകളായിട്ട് ധ്രുവപ്രദേശങ്ങൾ മാറിയതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ എന്താ നമ്മൾ പറഞ്ഞത്? അവിടെ വായു ചുഴറ്റി എറിയപ്പെടുമെന്ന് പഠിച്ചത് എവിടെയാ? നമ്മുടെ മറ്റേ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയല്ലേ വായു ചുഴറ്റി എറിയപ്പെടുന്നതുകൊണ്ട് ന്യൂനമർദ്ദ മേഖലയായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞേ. അപ്പോൾ ഈ ചുഴറ്റി എറിയപ്പെടുന്ന വായു ഇവിടെ ഈ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലാണ് കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഉച്ചമർദ്ദ മേഖലയായിട്ട് മാറിയിട്ടുള്ളതെന്ന്. മനസ്സിലായോ? വർഷം മുഴുവനും കൊടും തണുപ്പാണ്. നിങ്ങൾക്ക് അറിയാം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം വർഷം മുഴുവനും കൊടും തണുപ്പാണ്. 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും. മനസ്സിലായോ? ആ പേര് കിട്ടിയാൽ നമുക്കതനുസരിച്ച് പറയാൻ പറ്റും. ആദ്യം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, പിന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം ഇന്ന് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. കൂടുതൽ എടുത്താൽ നിങ്ങൾക്കും പാടായിരിക്കും, എനിക്കും പാടായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചതൊന്ന് ഇരുന്ന് ഒന്നുകൂടി ഒന്ന് ക്ലാസ് ശരിക്കും ഒന്ന് കേൾക്കുക കേട്ടോ. ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായാലും ഒന്നുകൂടി ഒന്ന് സ്പീഡ് കൂട്ടി എങ്ങനെയെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ കാണുക കേട്ടോ. അപ്പോൾ കിട്ടും. ഓക്കെ, മിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് പഠിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയാകും. ഓക്കെ, താങ്ക് യു.